വെൽക്കം ടു +1 സുവോളജി ഓൺലൈൻ ക്ലാസ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സുവോളജി ഓൺലൈൻ ക്ലാസ് തയ്യാറാക്കുന്നതും അത് നിങ്ങൾക്ക് വേണ്ടി SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇത് മൂന്നാമത്തെ ഭാഗമാണ്. നമുക്ക് മൂന്നാമത്തെ ഭാഗത്തെ ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ മെറ്റബോളൈറ്റ്സ്? ഹൗ മെറ്റബോളൈറ്റ്സ് ആർ ക്ലാസിഫൈഡ്? മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം എന്ന റിയാക്ഷനിൽ ഏർപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അറിയപ്പെടുന്ന പേരാണ് മെറ്റബോളൈറ്റ്സ്. മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ടേക്ക് പാർട്ട് ഇൻ മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ അറിയപ്പെടുന്ന പേരാണ് മെറ്റബോളിസം. ഇനി മെറ്റബോളൈറ്റ്സിനെ പ്രധാനമായിട്ട് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നും സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നും. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നാൽ ദേ ഹാവ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻസ് ഇൻ ഓർഗാനിസംസ്. അതായത് ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസത്തിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ജോലികൾ അഥവാ ഫങ്ഷൻസ് ഉള്ള കോമ്പൗണ്ട്സിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. അതിന് എക്സാമ്പിൾ അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ് എക്സെട്ര. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ ബൈ പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി മെറ്റബോളിസം. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന പ്രൈമറി മെറ്റബോളിസത്തിൽ നിന്നും ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ദേ ആർ നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ. അതായത് ഒരു പ്ലാന്റിൻ്റെയും അല്ലെങ്കിൽ ഒരു അനിമലിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബൈ പ്രോഡക്ട്സ്, അതായത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അത് നോർമൽ ഗ്രോത്തിലോ ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിലോ പങ്കെടുക്കില്ല. ചുമ്മാതെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് മാത്രം ആ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ അനിമൽ ബോഡിയിൽ തന്നെ കാണപ്പെടും. അതിന് എക്സാമ്പിൾ പിഗ്മെൻറ്റ്സ്, അതായത് നാച്ചുറലി കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ്, ആൽക്കലോയിഡ്സ്, അതായത് പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്ന ആൽക്കലോയിഡ്സ് ആണ് പിന്നെ മെഡിസിനായിട്ടൊക്കെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിനായിട്ടൊക്കെ എടുക്കുന്നത്. ടർപ്പനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ടർപ്പൻറ്റൈൻ എന്ന് പറയുന്നത്, അതായത് പൈൻ പ്ലാന്റ്സിൻ്റെ നിന്നും കിട്ടുന്നതാണ് ടർപ്പൻറ്റൈൻ. എസൻഷ്യൽ ഓയിൽസ്, അതുപോലെ ഡ്രഗ്സ് ലൈക്ക് വിൻബ്ലാസ്റ്റിൻ. വിൻബ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഈ വിങ്കാറോസിയ എന്ന് പറയുന്ന ശവന്നാറി ചെടിയിൽ കാണപ്പെടുന്ന ഒരു ഡ്രഗാണ് വിൻബ്ലാസ്റ്റിൻ. പിന്നെ കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളിൽ കാണപ്പെടുന്ന, മഞ്ഞളിനും മഞ്ഞ നിറം നൽകുന്ന ഒരു ഘടകമാണ് കുർക്കുമിൻ. അതുപോലെ പോളിമെറിക് സബ്സ്റ്റൻസസ് ലൈക്ക് റബ്ബർ, ഗം, സെല്ലുലോസ്, ഇതെല്ലാം ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഫോം ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളാണ്. നമ്പർ 2, വാട്ട് ആർ ദ യൂസസ് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്? അതായത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ കൊണ്ട് ഓർഗാനിസത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗങ്ങളില്ല. പകരം ആ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് നമ്മളുടെ മനുഷ്യൻ്റെ ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് റബ്ബർ ലാക്ടെക്സ് യൂസ്ഡ് ഇൻ പോളിമർ ഇൻഡസ്ട്രി. അതായത് റബ്ബർ ലാക്ടെക്സ് പോളിമർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ആർ യൂസ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്. ഈ ഡ്രഗ്സും മെഡിസിൻസും ഒക്കെ നമ്മളെ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പിഗ്മെൻറ്റ്സിനെ നാച്ചുറൽ കളറായിട്ട് പല ഫുഡ് പ്രോഡക്ട്സിനും ആൽക്കഹോളിക് ബിവറേജസിലും ഒക്കെ ചേർക്കുവാനായിട്ടുള്ള നാച്ചുറൽ കളറായിട്ട് പിഗ്മെൻറ്റ്സിനെ യൂസ് ചെയ്യും. ഇനി പൈൻ മരത്തിൽ നിന്ന് എടുക്കുന്ന ടർപ്പൻറ്റൈനെ യൂസ്ഡ് ഇൻ പെയിൻറ്റ് ഇൻഡസ്ട്രി, നമ്മളെ പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു. ആൽക്കലോയിഡ്സ് ആർ യൂസ്ഡ് ആസ് സ്പൈസസ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വൈ ATP ഈസ് കാൾഡ് എനർജി കറൻസി? എന്തുകൊണ്ടാണ് ATPയെ എനർജി കറൻസി എന്ന് വിളിക്കുന്നത്? ATP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP ഈസ് ദ എനർജി സ്റ്റോറിംഗ് മോളിക്യൂൾ. യഥാർത്ഥം നമ്മുടെ ശരീരത്തിലും എല്ലാ ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലും എനർജി സ്റ്റോറിംഗ് മോളിക്യൂളാണ് ATP. ഇറ്റ് ഗീവ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എനർജി നൽകുന്നത് ATP ആണ്. ATP ബ്രേക്ക് ഡൗൺ ഇൻ ടു ADP ആൻഡ് 1 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആൻഡ് പ്രൊവൈഡ് എനർജി. അതായത് നമുക്കെപ്പോഴാണ് എനർജി ആവശ്യമായ ഘട്ടത്തിൽ ഒരു ATP മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും, അതായത് ADPയും ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി മാറുന്നു. അപ്പോൾ ഉണ്ടാകുന്ന എനർജി നമുക്ക് ബോഡി ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാൻ കഴിയും. ഇനി ADP, അതായത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് ATP ആയി മാറ്റുന്നുണ്ട്. അത് ബൈ ആഡിങ് ഓൺ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആൻഡ് എനർജി. കാര്യം
ഓക്സിഡേഷൻ, അതായത് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന എനർജിയെ ATP ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ അവസരത്തിൽ ADP മോളിക്യൂളിനെയും ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും കൂടി ചേർത്ത് എനർജിയുടെ സാന്നിധ്യത്തിൽ അതിനെ ചേർത്ത് ഒരു ATP ആയിട്ട് വീണ്ടും കൺവെർട്ട് ചെയ്യുന്നു. ഹെൻസ് ATP ഈസ് കാൾഡ് റീചാർജബിൾ ബാറ്ററി. കാര്യം ATP നമുക്കൊരു റീചാർജബിൾ ബാറ്ററി പോലെ കൺസിഡർ ചെയ്യാം. ഒരു ATP എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റേജാണ്. അത് എക്സോസ്റ്റ് ആകുമ്പോൾ ADP ആവുന്നു. വീണ്ടും അതിലേക്ക് റീചാർജ് ചെയ്ത് എനർജിയെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ട് വീണ്ടും ATP ആയിട്ട് മാറ്റുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ആർ എൻസൈംസ്? റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് എൻസൈം ആക്ഷൻ. അതായത് എന്താണ് എൻസൈംസ്? ഇനി എൻസൈം ആക്ഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതാണ് ചോദ്യം. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്സ് വിച്ച് സ്പീഡ് അപ്പ് ബയോകെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി സെൽഫ് ചേഞ്ച്. അതായത് സ്വയം മാറ്റത്തിന് വിധേയമാകാതെ ഒരു ബയോകെമിക്കൽ രാസപ്രവർത്തനത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എൻസൈംസ്. ഇനി അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഓഫ് എൻസൈം ആക്ഷൻ. ദ സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ആൻഡ് ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അതായത് ഒരു സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് കൂടിച്ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആദ്യം ഫോം ചെയ്യുന്നു. പിന്നീട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ചേഞ്ച്ഡ് ടു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പിന്നീട് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സായി മാറുന്നു. അതിനുശേഷം ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് സ്പ്ലിറ്റ് ചെയ്ത് പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നു. പിന്നീട് ആ എൻസൈം റീയൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് സ്റ്റെപ്സ് ഓഫ് എൻസൈം ആക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഒബ്സർവ് ദ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നോക്കിയ ശേഷം അതിന് താഴെയുള്ള സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. സബ് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വായിക്കാം. A, റൈറ്റ് ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. B, റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എൻസൈം. C, വാട്ട് ഹാപ്പൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ എൻസൈം. നമുക്ക് ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഈ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയാൽ വാട്ടറിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ചേരുമ്പോൾ H2CO3 അഥവാ കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നു. അതാണ് ഇക്വേഷൻ. അത് നമുക്കറിയാൻ പറ്റിയത് സോഡ വാട്ടറിൻ്റെ ഫോർമേഷനൊക്കെ എങ്ങനെയാണ്. ഇതേ പ്രോസസ്സ് തന്നെ നമ്മുടെ ബോഡിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിലും അത്യാവശ്യമാണ്. അവിടെയും ഇതേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം സോഡ വാട്ടർ ഫോം ചെയ്യുന്ന സമയത്ത് അത് ഹൈ പ്രഷറിലാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയ്ക്ക് പ്രഷർ നമ്മുടെ ബോഡിക്കകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബോഡിക്കകത്ത് ആ പ്രഷറിന് പകരം ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക എൻസൈമാണ്. അതാണ് ഇവിടുത്തെ സബ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം. റൈറ്റ് ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഇവിടുത്തെ എൻസൈമിൻ്റെ പേര് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമാണ്. B, റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി എൻസൈം. ഈ എൻസൈമിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഇതാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്ന എൻസൈം. അതായത് ദ ഫാസ്റ്റസ്റ്റ് എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ്. ഇൻ ദി പ്രസൻസ് ഓഫ് ദിസ് കാർബോണിക് അൺഹൈഡ്രേസ് എബൌട്ട് 6 lakh molecules ആർ ഫോംഡ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന ഈ എൻസൈം 6 ലക്ഷം മോളിക്യൂൾസിനെ ഫോം ചെയ്യിക്കുന്നു. ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ എൻസൈം. ഈ എൻസൈമിൻ്റെ ആബ്സെൻസിൽ ഒരു മണിക്കൂറിൽ വെറും 200 മോളിക്യൂൾ മാത്രമേ ഫോം ചെയ്യൂ. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ എൻസൈമിൻ്റെ സ്പീഡ്. കാര്യം ഈ എൻസൈമിൻ്റെ ആബ്സെൻസിൽ ഒരു മണിക്കൂറിൽ വെറും 200 മോളിക്യൂൾ മാത്രം കാർബോണിക് ആസിഡ് ഫോം ചെയ്യുമ്പം ഈ എൻസൈം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പീഡ് നോക്കിക്കൊള്ളാം. അതായത് ഒരു സെക്കൻഡിൽ 6 ലക്ഷം മോളിക്യൂൾ എന്ന് പറയുന്ന ആ സ്പീഡിലേക്ക് ഉയരുന്നു. ഇതാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമിൻ്റെ റോൾ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഒബ്സർവ് ദ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇത് ധാരാളം അവസരത്തിൽ നമ്മളെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ആ ചാർട്ട് നോക്കിയ ശേഷം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഐഡൻറ്റിഫൈ ദ ചാർട്ട്. ഇതെന്താണ് ഈ ചാർട്ട് കാണിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ, ഒരു ബയോകെമിക്കൽ റിയാക്ഷനിൽ എൻസൈമിൻ്റെ റോള് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചാർട്ട് ഷോ ദ റോൾ ഓഫ് എൻസൈം ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ ഒരു എൻസൈമിൻ്റെ റോള് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റിയാക്ഷൻ എ? എ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് അവിടെ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് സബ്സ്ട്രേറ്റ് പ്രോഡക്ട്സായി മാറുന്ന രീതിയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന രീതിയിൽ
അവിടെ എൻസൈം ഒന്നും കൊടുത്തിട്ടില്ല, അതായത് റിയാക്ഷൻ വിത്തൗട്ട് എൻസൈമാണ്. എൻസൈമിൻ്റെ ആബ്സെൻസിൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ്സ് ആകുന്നു. എന്നാൽ ബി, വാട്ട് ഈസ് റിയാക്ഷൻ ബി? ബിയിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു എൻസൈം അപ്ലൈ ചെയ്യുന്നു. ഒരു എൻസൈം കൊടുക്കുമ്പോഴത്തേക്ക് സബ്സ്ട്രേറ്റ് എങ്ങനെ പ്രോഡക്റ്റ്സായി മാറുന്നു, അത് തമ്മിൽ എന്താണ് വ്യത്യാസം? റിയാക്ഷൻ വിത്തൗട്ട് എൻസൈമും റിയാക്ഷൻ വിത്ത് ദ എൻസൈം. ഇനി എക്സ്പ്ലെയിൻ ഇറ്റ്. നാലാമത്തത് എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ അവിടെ ഇൻ ദി ആബ്സെൻസ് ഓഫ് എൻസൈം, എൻസൈമിൻ്റെ ആബ്സെൻസിൽ സബ്സ്ട്രേറ്റ് ഹാസ് ടു അറ്റൈൻ ഹൈ ആക്ടിവേഷൻ എനർജി, എന്നിട്ടേ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റൂ. കാര്യം ആദ്യത്തെ എൻസൈം കൊടുത്തിട്ടില്ല. അപ്പോൾ സബ്സ്ട്രേറ്റ് ഹൈ ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിയ ശേഷം മാത്രമേ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റൂ. അതിന് താമസമെടുക്കും. അപ്പോൾ സ്ലോ ആയിട്ടുള്ള റിയാക്ഷനും ആയിരിക്കും. പ്രോഡക്റ്റ് ഫോർമേഷൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും എൻസൈം കൊടുക്കാതിരിക്കുമ്പോൾ. എന്നാൽ ബി അങ്ങനെയല്ല. അവിടെ എൻസൈം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം. അവിടെ സബ്സ്ട്രേറ്റ് മിനിമം ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഫോർമേഷൻ നടത്തും. അതുകൊണ്ട് ഹൈ സ്പീഡിൽ നമുക്ക് പ്രോഡക്റ്റ്സ് കിട്ടും. ഇതാണ് ഒരു റിയാക്ഷനിൽ എൻസൈമിൻ്റെ റോള് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ഒരു ഭാഗത്തോടു കൂടി ഈ ചാപ്റ്റർ കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു.